ഗൈസ് ഇന്ന് അച്ഛനും ഓഫീസിൽ പോകണം. അപ്പൊ നമ്മൾ പുറത്തേക്ക് എവിടെയും പോകുന്നില്ല. പക്ഷെ നമ്മൾ എവിടെ പോകുന്നു? സ്വിമ്മിംഗ് പൂളിൽ പോകുന്നു. ഗൈസ് അപ്പൊ നമുക്ക് പോവാം. ഗൈസ് ഇവിടെയാണ് ജിമ്മ്. ജിമ്മിൻ്റെ മുകളിലാണ് സ്വിമ്മിംഗ് പൂൾ. ഇതാണ് ഗൈസ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. ഗൈസ് ഇതാണ് കിഡ്സ് പൂൾ. ഗൈസ് എനിക്ക് ചെറുതായിട്ട് ജലദോഷം ഉണ്ട്, അതുകൊണ്ട് ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുന്നില്ല. ഇതാ ഗൈസ് കുക്കു അത് ഒഴുക്കി വിട്ടു. പോയെടുക്ക്. ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ അവിടെ സിപ്പാണി ബ്ലിസിൻ്റെ 2 പ്രൊജക്ട്സ് ഉണ്ട്. ഒരെണ്ണം സിപ്പാണി ബ്ലിസ് 1ഉം പിന്നെ ബ്ലിസ് 2ഉം. ഞങ്ങളുടെ അപ്പാർട്ട്മെൻ്റ് ഉള്ളത് സിപ്പാണി ബ്ലിസ് 1ലാണ്. അവിടുത്തെ പാർക്കാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന സ്വിമ്മിംഗ് പൂളും സിപ്പാണി ബ്ലിസ് 1ത്തെയാണ്. ഇടയ്ക്ക് വെക്കും അവിടുത്തെ സിപ്പാണി ബ്ലിസ് 2ത്തെ പാർക്ക് പോയി കളിക്കാറുണ്ട്. പക്ഷേ അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, കാരണം അവിടുത്തെ ആക്സസ് കാർഡ് നമുക്കില്ല. പാർക്ക് പോകാൻ ആക്സസ് കാർഡൊന്നും വേണ്ട. ഗൈസ് കുക്കോടെ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് പാട്ട് വേണമായിട്ട് ഗൈസ്. എന്തപ്പ കാണിച്ചത്? എങ്ങനെയില്ല, ഒന്നും മനസ്സിലായില്ല. മുടിയാവൂല്ലേ? അതിന് 1 സെക്കൻഡ് പോലും നിന്നിട്ടില്ല. 1 2 3 4 5 നേരെ മുഖം താഴ്ത്തിയിട്ടില്ല. ഓക്കെ 1 1 2 3 4 5 5 സെക്കൻഡ് വരെ എന്നെ കൊണ്ട് പറ്റില്ല അല്ലേ ഗൈസ്? കുക്കുവിന് വട്ടളകി ഗൈസ്, കുക്കുവിന് വട്ടളകി ഗൈസ്. സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് എക്സസൈസ് ചെയ്യുന്ന കുക്കുവിനെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പാട്ട് പാടുന്നുണ്ട് സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ട്. വേണമെങ്കിൽ ഡാൻസ് കളിക്കും, വേണമെങ്കിൽ എക്സസൈസ് വരെ ചെയ്യും ഗൈസ്. വേണമെങ്കിൽ പഠിക്കും. എക്സസൈസ് അല്ല, എക്സസൈസ്. ഞാൻ വേണമെങ്കിൽ പഠിക്കുക വരെ ചെയ്യും ഗൈസ്. ബുക്ക് ഇങ്ങനെ വെച്ചു അങ്ങനെ പഠിക്കും. എൻജോയ്മെന്റ് കൊടുക്കാം. ഗൈസ് സാധാരണ പൂളിൽ വരണം, സാധാരണ ആൾക്കാർ പൂളിൽ വരുന്നത് നീന്താനാണ്. പക്ഷെ കുക്കു എന്തിനാ വരുന്നത്? വെറുതെ എക്സസൈസ് ചെയ്യാൻ, പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ. ഒരു കാര്യം പറയട്ടെ, നമുക്ക് എപ്പോഴൊക്കെ സന്തോഷം വരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. അതുപോലെ തന്നെ എനിക്കിങ്ങനെ പൂളിലിറങ്ങുമ്പോൾ സന്തോഷം വരും, ബാക്കി പോകുമ്പോൾ സന്തോഷം വരും. പിന്നെ ജിമ്മിൽ നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ ചെറിയ കുട്ടിയല്ലേ, ഇങ്ങനെ ജിമ്മിൽ പോകാം. പക്ഷെ എനിക്കത്
കാര്യമില്ല. എനിക്ക് ഫസ്റ്റ് ഞാൻ ബാംഗ്ലൂരിൽ വന്നപ്പോഴാണ് ഫസ്റ്റ് ജിമ്മിൽ പോയത്. അല്ലെങ്കിൽ ഞാൻ പോയിട്ടേ ഇല്ല ഗൈസ്. അപ്പോൾ വന്നപ്പോൾ എനിക്ക് ജിമ്മിൽ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് അച്ഛനും അമ്മയും ചേച്ചിയാണ് പോയത്. ഞാനും ചേച്ചി അവിടെ ഇരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ചേച്ചിനെ വിളിച്ചു, നിനക്ക് പറ്റുന്നത് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുകയും ചെയ്യും. അപ്പം ഞാൻ അവരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വന്ന് ഇങ്ങനെ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും പോകുമ്പോൾ ഫസ്റ്റ് ജിമ്മിൽ കയറുന്നത് ഞാനാണ്. ഇവരൊക്കെ പുറകിൽ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഒരു എക്സസൈസിൽ കയറി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങില്ല. അതാണ് ശരിക്കും എനിക്ക് ജിമ്മ് എന്താ ഇഷ്ടപ്പെട്ടത്. ഞാൻ ചെറിയ കുട്ടിയാണെങ്കിലും ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ ചെറിയ കുട്ടികൾ സൈക്കിൾ ഓടിക്കുന്നത് എക്സസൈസ് ആണ്. അതുപോലെ തന്നെയാണ് ജിമ്മിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് നാട്ടിലൊന്നും ഫ്ലാറ്റിലൊന്നും അല്ല, നമ്മുടെ വീട്ടിലല്ലേ ജിമ്മുണ്ടാവില്ല. ഇവിടെ ജിമ്മുണ്ടാവും, ഇവിടെ നമുക്ക് പോകാം. അത്ര തന്നെ ഗൈസ്, വേറൊന്നുമില്ല. ഗൈസ് ഇങ്ങനത്തെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ കോമളത്തരം ആരെന്നറിയ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കെട്ടിപ്പിടിച്ചത് ആരെന്നറിയും പുള്ളിയാണ് ഗൈസ്. അല്ലാണ്ട് എനിക്ക് ആരും കെട്ടിപ്പിടിക്കല്ലേ അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എനിക്ക് പറയാൻ കഴിയും ഗൈസ്. പുള്ളി ഇന്ന് എനിക്ക് കുറച്ച് കൂളാവണം. ബാക്കി ചേച്ചി പറഞ്ഞോളൂ ഗൈസ്. എങ്ങനെയുണ്ട് ഡാൻസ് കണ്ടിമ്മ? ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്. വിഷു ആയിട്ട് ഞാൻ ഒരു എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിഷു ആയിട്ട് ട്രെൻഡായിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കണ്ടിമ്മ? എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഒന്നുകൂടി കളിക്കുക, കണ്ടില്ല. കണ്ടിമ്മ ആ ചിരിച്ചെന്തലക്കട്ട ആക്കും അത്തലപ്പത്ത ആച്ച വെച്ചിടപ്പട്ടാസ് ആച്ച അല്ലാന്ന മറാച്ച അല്ലാന്ന ഇണ്ട എന്നോടൊപ്പം സബിടിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാവരും എൻ്റെ കണ്ണിമ കാണാണ് ഗൈസ്. പിന്നെ കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് എൻ്റെ കണ്ണിമാന്ന്. മറ്റേ വീഡിയോത്തെ കണ്ണിമ അതിന് കമൻറ്റ് ചെയ്തോളൂ ഗൈസ്. ഇപ്പോൾ 6 മണിയായി. ഇവിടെ സൺസെറ്റ് ആവാറായി ഗൈസ്. കുറച്ച് കഴിഞ്ഞാൽ സൺസെറ്റ് ആവും. സൺസെറ്റ് രാവിലെ അല്ലേ സൺറൈസ് ഗൈസ്? കുറച്ച് കഴിഞ്ഞാൽ സൺസെറ്റ് ആവും. അപ്പോൾ ഗൈസ് അവിടെ പാർക്കിൽ കുട്ടികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അതൊരു കുട്ടി ഓടുന്നുണ്ട്, ഇപ്പോൾ കണ്ടില്ലേ? പിന്നെ ആ മരത്തിൻ്റെ മറവിൽ കുറേ കുട്ടികളുണ്ട്. അവിടെ ബോറഡ്സ് ഫോൺ കാണുകയാണ് ഗൈസ്. കുക്കു ആണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഗൈസ്. ഗൈസ് ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം. ഗൈസ് സൺസെറ്റ് വ്യൂ കണ്ടില്ല ഗൈസ്? സൺസെറ്റ് ആവാറില്ല, കുറച്ച് കഴിഞ്ഞ് സെറ്റ് ആവുമായിരിക്കും. ഈ വ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഗൈസ് പറയാനുള്ളത്? കമൻറ്റ് ചെയ്യൂ, കമൻറ്റ് ബിലോ. പിന്നെ എന്ത് ബട്ടൺ? ബെൽ ബട്ടൺ. അതുപോലെ ലൈക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്.
Guys, എനിക്ക് ഇറങ്ങണം അറിയട്ടെ ഒന്നും തോന്നുന്നു. നാളെ വരും എന്നാലും പോവാം guys. ഓ നിനക്ക് എന്താണ് ഞാനെന്നെ നീ അന്തിച്ചോപ്പിൽ കാണുമ്പോൾ പണ്ടത്തെ ഗൈസ് ഞാനുണ്ടല്ലോ മറ്റേ ട്രാൻസിഷൻ ഇല്ലേ ട്രാൻസിഷൻ അത് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞാനിങ്ങനെ വെള്ളത്തിൽ പോകും. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ പോലെ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ആവും. ഓക്കെ ഗൈസ് നോക്കാം. 1 2 3 സ്റ്റാർട്ട്. എന്ത് ട്രാൻസിഷനാണ് മക്കളെ ഇത്? ഭദ്രകാളി ട്രാൻസിഷൻ. ഗൈസ് ഇതൊരു ഡോഗ് പോകുന്നു. ഇവിടെ ഇതുപോലത്തെ കുറേ ഡോഗ്സ് ഉണ്ട്. വൈകുന്നേരമായ കുറേ ഡോഗ്സിനെ കാണാം അവിടെ. Hi, cute. Very cute. Oh, very cute. Hi. ഗൈസ് കുക്കു ഡോഗിനോട് ഹൈ പറയുന്നുണ്ട്. ഡോഗ് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങുകയാണ്. കുക്കുവിൻ്റെ കളിയൊക്കെ കഴിഞ്ഞു. That's all for today. Thank you for watching guys.